പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്പേസിൽ മാത്രം പറയാ. ഒരുത്തൻ അമ്പലത്തിൽ പോകുമ്പോൾ അതിനടിയിൽ പോയിട്ട് അവന്റെ അമ്മയും അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ദൈവത്തിനെയും തെറി വിളിച്ചുകൊണ്ടിരുന്ന രാജ്യത്ത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട്. സൂചന കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പോയി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് പിടിച്ച് സംഖ്യയാക്കുക, നീ വർഗീയവാദിയല്ലേ, നീ ചാണകമല്ലേ എന്നൊക്കെ ചോദിക്കുക. ഇത് ചോദിക്കുന്ന കേരളത്തിൽ നിന്നുള്ള പ്രത്യേക കുറച്ച് ആൾക്കാരൊക്കെയാണ്. ഇത് പറയണ്ട, ഈ വീഡിയോ ചെയ്യണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷെ ഈ തെറി കേൾക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുന്ന സെലിബ്രിറ്റീസിന്റെ എണ്ണം കൂടി വരുന്നത് കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയോധ്യയിൽ പോയ ടെക്ട്രാവലീറ്റിലെ സുജിത് ഭക്തനെ തെറി വിളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. അതിന് വിശദീകരണം നടക്കും. അമ്പലത്തിൽ പോയതിന് വിശദീകരണം നൽകേണ്ട ഒരവസ്ഥ. സുജിത് ഭക്തൻ, ഞാൻ പോയത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദീകരണം നൽകുന്നു. അതുപോലെ ബാലാജി എന്ന് പറഞ്ഞൊരു നടൻ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുന്നു. ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് അയാള് വാരണാസി പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഫോട്ടോ ഇടുന്നുണ്ട്. വാരണാസിയിലെ ചരിത്രപരമായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇടാ സംഘി, ഇടാ ചാണകം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അയാൾക്ക് വാരണാസി പോകാൻ പറ്റൂല, അല്ലെങ്കിൽ അയോധ്യയിൽ പോകാൻ പറ്റില്ല. അയോധ്യയിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ അമ്മയെ വരെ ചീർത്ത് വിളിക്കുക. അതിന് വന്ന് വിശദീകരണം കൊടുക്കുന്ന ബാലാജിയെ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, അയോധ്യയിൽ പോകുന്ന ഒരു ഹിന്ദു വർഗവാദിയാണോ? അയോധ്യയിൽ പോകുന്ന ഒരു ഹിന്ദു സംഘിയാണോ, ചാണകമാണോ? അങ്ങനെ മുദ്ര കുത്താൻ ആർക്കാണ് ഇവിടെ അവകാശം? ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മക്കയിൽ പോകുന്ന പോലെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ജെറുസലേമിലൊക്കെ പോകുന്ന പോലെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ പുണ്യമായ ഒരു സ്ഥലമാണ്. അവിടെ പോകുന്ന ഒരു വിഭാഗത്തിന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് പച്ച വർഗീയത, നമ്മളിപ്പം ഒരു സൈഡ് മാത്രം കാണാതാണ് ഇവിടെ പലരും സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പൂരം നടക്കാൻ നേരത്ത്, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിലും രാജ്യത്തിനും വളരെ വലിയൊരു ആഘോഷമാണ്, ഒരു കൾച്ചറൽ ആഘോഷമാണ്. അതിനപ്പുറം അതൊരു ഹിന്ദു ക്ഷേത്രമാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അവിടെ ഹിന്ദു ക്ഷേത്രമാണ്, ഹിന്ദു ആചാരപ്രകാരമാണ് അവിടുത്തെ പരിപാടികൾ നടക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ആ പരിപാടി നടക്കാത്ത നേരത്ത് അയോധ്യയും രാമനെ അതിനകത്ത് കാണിക്കുന്നു, അവിടെ കുടമാറ്റത്തിൽ ഉപയോഗിക്കുന്നു. പെട്ടെന്ന് അതിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഭയങ്കര തെറിവിളി ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മതേതര ആഘോഷം അല്ല, അത് ആദ്യമേ മനസ്സിലാക്കുക. ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ള ഒരു ആഘോഷമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരം ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന ഒരു ആഘോഷമാണ്. അവിടെ അവർ വിശ്വസിക്കുന്ന രാമനായാലും, അവിടെ ഈ വർഷം ഓപ്പൺ ചെയ്ത അയോധ്യ ക്ഷേത്രത്തിന്റെ കട്ടൗട്ടായാലും ഉയർത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനടിയിൽ പോയിട്ട് തെറി വിളിക്കാനൊന്നും ആർക്കാണ് ഇവിടെ സ്വാതന്ത്ര്യം ഉള്ളത്? അങ്ങനെ തെറി വിളിക്കാൻ എന്ത് സ്വാതന്ത്ര്യമാണ് ഈ നാട്ടിലുള്ളത്? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലൊന്നുമില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഈ നാട്ടിലില്ല. വെറുതെ പോയിട്ട് അതിനടിയിൽ പോയി കമന്റ് ഇടുക, ഇത് കാണുന്ന ഹിന്ദുക്കൾക്കിടയിൽ വികാരം ഉണ്ടാക്കുക, അവർ തിരിച്ചെന്തെങ്കിലും ഒരു പേര് വിളിക്കാൻ നേരത്ത് പിന്നെ അത് വർഗീയതയാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അവരും തിരിച്ച് ഇതൊക്കെ കാണുന്നുണ്ടെന്നും, തൃശ്ശൂർ പൂരം ലൈവിൽ കാണുന്ന ആൾക്കാർ കമന്റ് ബോക്സ് നോക്കാൻ നേരത്ത് പച്ച വർഗീയത വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ നിങ്ങളോടുണ്ടാവുന്ന മറ്റൊരു വർഗീയതയുണ്ട്. ആ വർഗീയത അത്യാവശ്യം മോശമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോകും. അപ്പോഴും നമ്മൾ ഇരുന്ന് കരഞ്ഞും ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കമന്റ് ഇടാൻ നേരത്തും അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ നേരത്തും അതിൻ്റെതായ പ്ലാറ്റ്ഫോമിൽ പോയിരുന്നു സംസാരിക്കണം. അയോധ്യയും ബാബറി മസ്ജിദാണ് വിഷയമെങ്കിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെതായ സ്പേസിലാണ് സംസാരിക്കുന്നത്. അതല്ല തൃശ്ശൂർ പൂരത്തിൽ രാമന്റെ ഒരു കട്ടൗട്ട് ഉയർത്താൻ നേരത്ത് ഭയങ്കര രീതിയിൽ അതിനടിയിൽ പോയി തെറി വിളിക്കുക എന്നുള്ളത് അത്യാവശ്യം ബോർ ഏർപ്പാടാണ്, അത്യാവശ്യം വർഗീയതയാണ്. അതിൻ്റെ പേര് വർഗീയത എന്നാണ്. അതൊക്കെ കാണാൻ നേരത്ത് കുരു പൊട്ടുന്ന തരത്തിലുള്ള വർഗീയത തന്നെയാണ്. ഇപ്പം നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇന്നാളെ ഈ ഒരു വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോൾ ഇത് ഫേക്കാണ്. ഇവരുടെ വിചാരം, ഇതിനകത്ത് ചില ആൾക്കാരുണ്ട്, ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാളെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഫേക്കാണ് എന്നുള്ള രീതിയിൽ പറയും. അതെന്താ? ഇവരിൽ പെടുന്ന ആൾക്കാർക്ക് ഇതുപോലെ നെഗറ്റീവ് കമന്റ് ഇട്ടൂടെ? അപ്പോഴേ നിങ്ങൾ എന്തിനാണ് ഈ കവർ ചെയ്തിട്ട് ഫേക്ക് ആണ് എന്നൊക്കെ പറയുന്നത്? അങ്ങനെ പറയുന്നത് തന്നെ ഒരു തരത്തിൽ എന്താ ന്യായീകരണമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ എന്താ പരിപാടി ഞാൻ പറയുന്നില്ല. അപ്പം ഇതുപോലെ കുറെ കലാപരിപാടി നടക്കുന്നു. ഇപ്പം ഒരു വ്യക്തി ഇപ്പം അയോധ്യ ക്ഷേത്രത്തിൽ പോകുന്നു, അയാളുടെ അമ്മയെ വരെ തെറി വിളിക്കുന്ന ഒരവസ്ഥ. എന്തിനാണ് അങ്ങനെ അയോധ്യയിൽ പോയ വിഷയത്തിൽ അയാളുടെ അമ്മയെ തെറി വിളിക്കുന്നത്? നമ്മുടെ രാജ്യം, നമ്മൾ ജീവിക്കുന്നത് ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ്. ആ ഭരണഘടന സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റിന് ക്ഷേത്രമാണ് അയോധ്യയിൽ ക്ഷേത്രം തുറക്കുന്നത്. ആ ജഡ്ജിമെന്റിന് ക്ഷേത്രം തുറന്ന ക്ഷേത്രത്തിൽ പോകാൻ ആർക്കും അവകാശമുണ്ട്, വിശ്വാസിയായിട്ടുള്ള ആർക്കും അവകാശമുണ്ട്. അവിടെ പോകുന്നവരെ തെറി വിളിക്കാനൊന്നും ഇവിടെ ആർക്കും അവകാശമില്ല. ഒരു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്ന നേരത്ത് അവർ വിശ്വസിക്കുന്ന ദൈവത്തെ വരെ ആക്ഷേപിച്ചുകൊണ്ട് കമന്റ് ചെയ്യുക,
ഇത്തരത്തെ കലാപരിപാടി ചെയ്യുക. ഇപ്പം തിരിച്ചാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും നമ്മുടെ നാട്ടിൽ, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഇപ്പം എന്ന് പറയുമ്പം ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഈ രാജ്യത്ത് രാമൻ എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായതൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ പോലും രാമായണം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അവർക്കെല്ലാം രാമൻ വളരെ സ്പെഷ്യലാണ്. അല്ലെങ്കിൽ ചരിത്രത്തിൽ രാമനെ പറ്റി അവർക്കറിയാം, അയോധ്യയെ പറ്റി അറിയാം. ഇവരെല്ലാം പോവും അയോധ്യയിലേക്ക്. ഈ രാജ്യത്ത് വളരെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാകാൻ പോകുന്ന ഒരു സ്പേസ് ആണ് അയോധ്യ രാമക്ഷേത്രം. അപ്പോൾ അവിടെ പോകുന്നവരെല്ലാം നിങ്ങൾ വർഗീയവാദിന്നും സംഘീന്നും ഒക്കെ ചാപ്പ കുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവരിത് കമൻ്റ് എല്ലാം ശ്രദ്ധിക്കും. അവർ ചിലപ്പോൾ മതേതരനൊക്കെ ആയിരിക്കും. എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ, അവർ കൊണ്ടുപോയി BJPക്ക് വോട്ട് കുത്തി കൊടുക്കും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയാം, രാജ്യത്ത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട്. അവർ വളരെ ഓപ്പണായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. ഈ മതത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരൊന്നുമില്ല. അവർക്ക് മതപഠന ക്ലാസ് ഇല്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഇല്ലെങ്കിലില്ല. അവർക്ക് താല്പര്യമുള്ള അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്. എല്ലാവരെയും ഒരുപോലെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു വലിയ വിഭാഗം ഹിന്ദുക്കളും. അവരെ നിങ്ങൾ വർഗീയവാദിയാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അവർക്കുള്ളിലേക്ക് ഈ തരത്തിലുള്ള കമൻറ്റ് കാണാൻ നേരത്ത് അവർക്കുള്ളിൽ ഒരു വർഗീയത ഉണ്ടാവും. അവർ നിങ്ങളെ ഒരു പേര് വിളിക്കാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ഹിന്ദുക്കൾക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട്. ഹിന്ദു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ കാണാം, അല്ലെന്നുണ്ടെങ്കിൽ നോമ്പുതുറ കാണാം. തിരിച്ച് നമുക്കിത് കാണാൻ പറ്റൂല, കാരണം ആ മതത്തിന്റെ കാര്യങ്ങളാണ്, അവർ ഏകദൈവ വിശ്വാസികളാണ്. പക്ഷെ തിരിച്ച് ഹിന്ദു ഭാഗങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും. അതൊന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അയോധ്യ രാമക്ഷേത്രത്തിൽ പോകാനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിശ്വാസിക്കുണ്ട്. അവർ പോവും വരും. അതിനിടയിൽ പോയിട്ട് ഇമാതിരി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോയി വരുന്നവരും അത് കമന്റ് വായിക്കുന്നവരും ഒന്നാം തരം വർഗീയവാദിയാവും. പിന്നെ കളി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇവരെന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ആരോടാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ഈ രാജ്യത്ത് മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അവർ വന്നിട്ട് ഞാൻ മതേതരനാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ സംഖ്യയല്ലെന്നോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യവും ഈ നാട്ടിലില്ല. അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ കുടുംബത്തെ, ഇവരുടെ അമ്മയൊക്കെ ചേർത്താണ് ഇവർ തെറി വിളിക്കുന്നത് ക്ഷേത്രത്തിൽ പോയെന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ തെറി വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് ആർക്കുള്ളത്? അപ്പോൾ ഒരു സൈഡിൽ നിന്ന് വർഗീയത കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരുമാതിരി ഒരു വർഗീയതയാണ്. ഇത് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വർഗീയത വരാൻ തുടങ്ങും. അപ്പോൾ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാവും. അപ്പം പിന്നെ കളി മാറും. അത്യാവശ്യം ബോറാവും ഏർപ്പാട്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്പേസിൽ മാത്രം പറയാം. ഒരുത്തൻ അമ്പലത്തിൽ പോകുമ്പോൾ അതിനടിയിൽ പോയിട്ട് അവൻ്റെ അമ്മയും അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ദൈവത്തിനെയും തെറി വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇതൊക്കെ അത്യാവശ്യം ബോറായിട്ട് തിരിച്ച് കിട്ടും. അപ്പോൾ തിരിച്ച് കിട്ടുമ്പോൾ നമ്മൾ മാറിയിരുന്ന് അയ്യോ പണ്ടത്തെ കേരളം ഇങ്ങനെ ആയിരുന്നേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് അമ്പലത്തിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് അമ്പലത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ മാറാൻ തുടങ്ങും. അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിൽ BJPക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പാർട്ടി ലീഡേഴ്സ് ഒന്നും പ്രവർത്തിച്ചിട്ടൊന്നുമല്ല. കേരളത്തിൽ BJPക്ക് വോട്ട് കൂടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രതിഫലനമാണ്. സൂചന കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അമ്പലത്തിൽ പോവും, തൊഴും, തിരിച്ച് വീട്ടിൽ വരും. അത് അവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിനിടയിൽ പോയി കമൻ്റ് ഇടുക. തൃശ്ശൂർ പൂരത്തിന് ഹിന്ദു ക്ഷേത്രമാണ്, അവിടെ അവർ രാമനെ ഉയർത്താൻ നേരത്ത് അതിനിടയിൽ പോയി കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ കലാപരിപാടികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഇതൊക്കെ ഇതിനിടയിൽ പോയി ചോദ്യം ചെയ്യും നിങ്ങളൊക്കെ ആരാണെന്ന്. നിങ്ങളാരും ജഡ്ജ് ചെയ്യും ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ? ഒരാൾക്ക് അമ്പലത്തിൽ പോകുന്ന നേരത്ത് വാരണാസി ചെല്ലുമ്പോൾ തന്നെ അവനെ സംഘിയാക്കും. പിന്നല്ലേ അയോധ്യയിൽ വാരണാസി ചെല്ലുമ്പോൾ തന്നെ ഈ ബാലാജിയുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നീ സംഖ്യ അല്ലടാ, നീ ചാണകം അല്ലടാ, നിന്റെ മുഖം കണ്ടറിയാലോ നീ സംഖ്യയാണ് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക.